IPL മാച്ച് നമ്പർ 36 ഇന്നലെ അവസാനിച്ചപ്പോൾ മറ്റൊരു ഹാർട്ട് ബ്രേക്കിംഗ് ലോസ് ആയിരുന്നു രാജസ്ഥാന് വന്നത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച ലക്നൌ ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ LSGയുടെ മെയിൻ സ്കോറേഴ്സായ മാർഷൽ, നിക്കോളാസ് പുരൻ തുടങ്ങി രണ്ടുപേരെയും ചീപ്പായി പുറത്താക്കി നല്ല സ്റ്റാർട്ടായിരുന്നു രാജസ്ഥാന് കിട്ടിയത്. പവർ പ്ലേയിൽ 46-2 എന്ന നിലയിലായിരുന്നു LSG. ശേഷം പന്ത് ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തിയപ്പോൾ മാർക്കറും ബദോനി ജോഡിയായിരുന്നു ലക്നൌവിനെ മുന്നോട്ട് കൊണ്ടുപോയത്. എങ്കിലും അത്ര അറ്റാക്കിംഗ് ആയ ഇന്നിംഗ്സ് ആയിരുന്നില്ല വന്നത്. അതുകൊണ്ട് തന്നെ ടീമിന്റെ സ്കോറിംഗ് പതിയെ താഴേക്ക് പോയിരുന്നു. 160-165 എന്ന് തോന്നിച്ച ടോട്ടലായിരുന്നു ലാസ്റ്റ് ഓവറിലെ സമതിന്റെ ഫിനിഷ് കൊണ്ട് 180 എത്തിയത്. ലാസ്റ്റ് ഓവറിൽ 4 6 ഉൾപ്പെടെ 27 ആയിരുന്നു സന്ദീപ് വഴങ്ങിയത്. സന്ദീപിന്റെ ലാസ്റ്റ് ഓവർ ഒഴികെ വളരെ ഡീസന്റ് ആയ പെർഫോമൻസ് ആയിരുന്നു രാജസ്ഥാന്റെ ബൗളേഴ്സ് കാഴ്ചവെച്ചത്. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 14-കാരൻ വൈഭവ് ആയിരുന്നു സ്പോട്ട്ലൈറ്റ് സ്റ്റീൽ ചെയ്തത്. ആദ്യ പന്ത് തന്നെ 6 അടിച്ചു തുടങ്ങിയ വൈഭവ് ജയ്സ്വാൾ ജോഡി വളരെ മികച്ച സ്റ്റാർട്ടായിരുന്നു രാജസ്ഥാന് കൊടുത്തത്. വിക്കറ്റ് നഷ്ടമില്ലാതെ പവർ പ്ലേയിൽ 61 എന്ന നിലയിലായിരുന്നു രാജസ്ഥാൻ. 10-നടുത്ത് ഈസിയായി റൺ റേറ്റ് കീപ്പ് ചെയ്ത ടീം മുന്നോട്ട് പോയപ്പോൾ വൈഭവ്, റാണ എന്നിവരുടെ വിക്കറ്റ് 10 ഓവറിനുള്ളിൽ നഷ്ടമായി. എങ്കിലും വിജയിക്കാനുള്ള പ്ലാറ്റ്ഫോം ഓൾറെഡി സെറ്റായിരുന്നു. ജയ്സ്വാൾ ഒരറ്റത്ത് 50 നേടി എൻഡ് ഹോൾഡ് ചെയ്തപ്പോൾ പരാഗ് നല്ല സപ്പോർട്ട് ജയ്സ്വാളിന് കൊടുത്തിരുന്നു. 16 ഓവർ പിന്നിട്ടപ്പോൾ 4 ഓവറിൽ 33 മാത്രമായിരുന്നു രാജസ്ഥാന് വേണ്ടിയത്. തൊട്ടടുത്ത ഓവറിൽ 8 വന്നതോടെ 3 ഓവറിൽ 25 എന്ന ഇക്വേഷനിലേക്ക് കാര്യങ്ങൾ എത്തി. ഈസി വിജയം തന്നെ രാജസ്ഥാന് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ അവിടുന്ന് കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതുപോലെ തന്നെ ഫിനിഷിംഗ് രാജസ്ഥാൻ കൊണ്ടുപോയി കുളമാക്കുകയാണ് ചെയ്തത്. 2 സെറ്റ് ബാറ്റേഴ്സിനെയും ആവേശ് ഖാൻ ആ ഓവറിൽ മടക്കുകയും വെറും 5 റൺസ് മാത്രം കൊടുക്കുകയും ചെയ്തതോടെ 2 ഓവറിൽ 20 ആയി ഇക്വേഷൻ. തൊട്ടടുത്ത ഓവറിൽ 11 വന്നതോടെ ലാസ്റ്റ് ഓവറിൽ കഴിഞ്ഞ മത്സരത്തിൽ ഇതുപോലെ തന്നെ 9 ആയി വിജയലക്ഷ്യം. എന്നാൽ അവിടെ കണ്ടതുപോലെ തന്നെ ഓൾമോസ്റ്റ് 6 ടൈറ്റ് യോർക്കറുകൾ ആവേശ് ഖാൻ എറിഞ്ഞ് 2 റൺസിന്റെ വിജയം ലക്നൌവിന് നേടിക്കൊടുക്കുകയാണ് ഉണ്ടായത്. മത്സരം കഴിഞ്ഞ ശേഷമുള്ള പന്തിന്റെ റിയാക്ഷൻ തന്നെ കണ്ടാൽ അറിയാമായിരുന്നു കളി ജയിക്കുമെന്ന പ്രതീക്ഷ അവർക്ക് തന്നെ ഇല്ലായിരുന്നു എന്നത്. കാരണം 100% രാജസ്ഥാൻ വിജയിക്കാൻ പറ്റുന്ന കളിയായിരുന്നു ലാസ്റ്റ് 2-3 ഓവറിൽ അവർ തന്നെ കൊണ്ടുപോയി കളഞ്ഞത്. ലാസ്റ്റ് ഓവറിൽ റിവേഴ്സ് സ്വിംഗ് കിട്ടിക്കൊണ്ടിരുന്ന പന്ത് മാറ്റിയപ്പോൾ രാജസ്ഥാന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് തോന്നിച്ചുവെങ്കിലും ആവേശ് ഖാന്റെ തകർപ്പൻ ബൌളിങ്ങിനെ പറ്റി ഒന്നും പറയാൻ തന്നെ ഇല്ലായിരുന്നു. നെക്സ്റ്റ് ലെവൽ എക്സിക്യൂഷനായിരുന്നു താരം അവസാന ഓവറിൽ കാഴ്ചവെച്ചത്. അവസാനമായി മത്സരത്തിന്റെ സ്കോർ കാർഡ് നോക്കിയാൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ലക്നൌ 180 എടുത്തപ്പോൾ രാജസ്ഥാന് 178 നേടാൻ മാത്രമേ സാധിച്ചുള്ളൂ.